അതിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതെന്തുകൊണ്ടാ? എല്ലാ ശത്രുക്കളുടെയും അമ്പും വാളും നബിതങ്ങളുടെ തലക്ക് നേരെ വരുന്ന സമയം കൂടിയാണ്. അതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോഴതിന്റെ പ്രസക്തി വർദ്ധിക്കുക. ആ സമയത്ത് മുത്തുനബിയുടെ കൂടെ പോകാൻ എല്ലാ സ്വഹാബത്തിനും താല്പര്യം ഇഷ്ടമൊക്കെ തന്നെയാണ്. ധൈര്യം ഉണ്ടാവില്ല. ആ ധൈര്യവും കൂടി കാണിച്ച മഹാനായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ ബദറിന്റെ തലേ ദിവസം മുത്തുനബിയുടെ പന്തലിന്, മുത്തുനബിയുടെ ഖൈമക്ക് ആര് രാത്രി കാവൽ നിൽക്കും? ഒരു ചില്ലറല്ല. കാരണം അവസരം കിട്ടിയാൽ ശത്രുക്കൾ അവിടെ എരച്ചു കയറാൻ സാധ്യതയുണ്ട്. ആരും ധൈര്യപ്പെടൂല. ആ സമയത്ത് ഏറ്റെടുത്ത ഒരു മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആഗ്രഹിച്ചതുപോലെ അള്ളാഹുവിന്റെ പെർമിഷൻ ലഭിച്ചു. അവർ രണ്ടുപേരും ഹിജറ പോകുന്നു. ആ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടക്ക് മുത്തുനബിയുടെ മുമ്പിൽ നടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ബാക്കിലേക്ക് വരുന്നു. പിന്നെ അല്പസമയം ബാക്കിൽ നടക്കുന്നു. ഇത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, യാ അബൂബക്കർ മാലക തംശി സഅതൻ ബൈന യദൈഹി വസഅതൻ ഖൽഫി. എന്താ അബൂബക്കർ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്? ചില സമയത്ത് എന്റെ മുന്നിലാണ്, ചില സമയത്ത് എന്റെ പിന്നിലാണ്. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, മുന്നിൽ നടക്കുമ്പോ കുറച്ച് കഴിയുമ്പോ എന്റെ മനസ്സ് പറയാണ്, ആരെങ്കിലും ബാക്കിൽ വന്ന് നബി തങ്ങളെ ആക്രമിക്കുമോ? അപ്പൊ ഞാൻ ബാക്കിൽ വന്ന് നിൽക്കും. ബാക്കിൽ നിൽക്കുമ്പോ എന്റെ മനസ്സ് പറയാണ്, മുന്നിൽ വന്ന് ആരെങ്കിലും മുത്തുനബി ആക്രമിക്കുമോ? എന്റെ നബി തങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. അബൂബക്കറിന് എന്ത് സംഭവിച്ചാലും മുത്തുനബിക്കൊന്നും സംഭവിച്ചുകൂടാ. ആ നിലക്കാണ് നബിയെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്.